കൂടംകുളം ന്യൂക്ലിയർ തെർമൽ പ്ലാന്റിൻ്റെ 19,000 സുപ്രധാന രേഖകൾ അത് പുറത്തു പോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇത് വലിയ വാർത്ത തന്നെയാണ്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിൻഫ്ര ആണ് കൂടംകുളത്തിൻ്റെ 3ഉം 4ഉം സ്റ്റേജുകളിലെ പണി നടത്തുന്നത്. അവർ റിൻഫ്ര എന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ആ കമ്പനിയുടെ 19,000-ഓളം വരുന്ന സുപ്രധാന രേഖകളാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നതെന്നാണ് വാർത്തകൾ കാണുന്നത്. വേൾഡ് ലീക്സ് എന്ന ഹാക്കിംഗ് സംഘമാണ് ഇത് പുറത്തേക്ക് വിട്ടതെന്ന് അവകാശപ്പെടുന്നതായി. ഇതുമായി ബന്ധപ്പെട്ട് 8.58 ലക്ഷം ഫയലുകൾ കൂടി പുറത്തേക്ക് പോയി എന്ന് റോയിറ്റേഴ്സ് എന്ന ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേൾഡ് ലീക്ക് ഡാർക്ക് വെബ് ഇവ പ്രസിദ്ധീകരിച്ചതായി റോയിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിൽ അംബാനിയുടെ റിൻഫ്ര ആണ് 3ഉം 4ഉം സ്റ്റേജിലെ തെർമൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് 1988 രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഗോർബച്ചോവിൻ്റെ കാലഘട്ടത്തിൽ റഷ്യയുമായിട്ട് ചേർന്നാണ് രാജ്യത്ത് ആദ്യമായി നമ്മൾ തെർമൽ പ്ലാന്റുകൾ കൂടംകുളത്ത് സ്ഥാപിക്കുന്നത്. 1988 രാജീവ് ഗാന്ധിയും ഗോർബച്ചോവും തമ്മിലുള്ള സുപ്രധാനമായ ആ എഗ്രിമെൻ്റ് ഉണ്ടായത്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത് വലിയ സംശയത്തോടെയാണ് ഇതിനെ കണ്ടത്. കാരണം ഇന്ത്യയും റഷ്യയുടെയും സഹകരണം അന്ന് മുതലേ, തുടക്കം മുതലേ ഇന്ത്യയുടെ ഭരണത്തിൽ റഷ്യൻ സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് റഷ്യ എപ്പോഴും കൂടെ നിന്നു. ഇന്നും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമുക്കെതിരെ നിന്നാലും റഷ്യയാണ് നമ്മുടെ സഹായത്തിന് വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആ റഷ്യയുടെ സഹായത്തിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ന്യൂക്ലിയർ തെർമൽ പ്ലാന്റ് കൂടംകുളത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് 1ഉം 2ഉം സ്റ്റേജുകൾ കഴിഞ്ഞു. അതിൽ നിന്ന് ഏകദേശം ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിൻ്റെ നല്ലൊരു ശതമാനം കൂടംകുളത്തു നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അതിൻ്റെ 3ഉം 4ഉം സ്റ്റേജുകളാണ് ഇപ്പോൾ റിലയൻസുകാർ ചെയ്യുന്നത്. അതിലെ റെക്കോർഡുകൾ, സുപ്രധാനമായ റെക്കോർഡുകളാണ് ലീക്ക് ഔട്ട് ചെയ്തതെന്ന് വേൾഡ് ലീക്സ് എന്ന് ഒരു ഹാക്കിംഗ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൽ കൂടുതലും ആ നിലയത്തിലെ റെക്കോർഡുകൾ ഏകദേശം 8.5 ലക്ഷത്തോളം റെക്കോർഡുകളും പുറത്തേക്ക് പോയി എന്ന് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ലീക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ മെയ് 29, 2026 റിൻഫ്രയുടെ എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ കമ്പനിയിൽ സംശയാസ്പദമായ അവിടുത്തെ സെർവറിൽ ചില ഇടപാടുകൾ അവർ നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവർ വളരെ കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് റിൻഫ്ര പറയുന്നുമുണ്ട്. ഏതായാലും ഇപ്പം ഈ 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റുകളുടെ നിർമ്മാണം 2027 പൂർത്തിയാകും. 2019 കൂടംകുളം സൈബർ അറ്റാക്ക് ഇടം പിടിച്ചതെന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് 2019. എങ്കിലും 2019 എന്ന ആണവ നിലയത്തിൽ കണ്ടെത്തിയ ചില ഹാക്കിങ്ങുകൾ ഉത്തര കൊറിയ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഡി-ട്രാക്ക് എന്ന ഒരു ഹാക്കിംഗ് ആണ് നമുക്ക് 2019 അവർ ചോർത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് ഔട്ട്ഡേറ്റഡായ ഒരു ചോർത്തൽ തന്നെയാണ്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഈ വേൾഡ് ലീക്സ് ക്ലൗഡിംഗ് ഒക്കെ അതൊക്കെ നടത്തുന്ന അതിനെക്കാട്ടിലും അത്ര അഡ്വാൻസ്ഡ് അല്ല അന്ന് ഡി-ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ഹാക്കിംഗ് നടത്തിയത്. ഡി-ട്രാക്ക് ഉപയോഗിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും അന്ന് ആ കാലത്ത് പലതും ചോർത്തുമായിരുന്നു. 100-150ഓളം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ നിന്ന് ഡി-ട്രാക്ക് ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് അടക്കം പല സംഗതികളും നൈക്കി, ടാറ്റ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനികളുടെ വരെ ചോർത്തിയതായിട്ടാണ് അന്ന് വാർത്ത വന്നുകൊണ്ട്. അപ്പം വേൾഡ് ലീക്സ് ഹാക്കിംഗ് സംഘം ഇന്നിപ്പം സജീവമാണ്. അവരാണ് ഈ 19,000 ഡോക്യുമെൻറ്റോളം കടത്തിക്കൊണ്ട് പോയെന്ന് പറയുന്നുണ്ട്. ഏതായാലും
കൂടംകുളം വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയയിലാണ് ഈ 2 തെർമൽ പ്ലാന്റുകൾ നേരത്തെ ഇൻസ്റ്റൽ ചെയ്ത് അവിടെ ഇപ്പം അടുത്ത 2 കൂടെ റിൻഫ്ര അല്ലെങ്കിൽ റിലയൻസ് ഇൻസ്റ്റൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതിക്കനുസരിച്ച് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമുക്ക് ലഭ്യമല്ല. അല്ലെങ്കിൽ കോള് അല്ലെങ്കിൽ കൽക്കരിയിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെർമൽ പ്ലാന്റിലേക്കാണ് 1988 ദീർഘവീക്ഷണത്തോടെ രാജീവ് ഗാന്ധിയും ഈ ഗോർബച്ചോവും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഈ കൂടംകുളത്ത് തന്നെ അത് സ്ഥാപിച്ചത്. പക്ഷേ കൂടംകുളത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. കാരണം ഇത് ന്യൂക്ലിയർ തെർമൽ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റുകൾ വളരെയധികം ദൂഷ്യം ചെയ്യും മനുഷ്യരാശിക്ക്. അതുകൊണ്ട് അതിൻ്റെ ഡിസ്പോസലിനെ പറ്റി ഇന്നും അവിടെ സമരവും സത്യാഗ്രഹവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി എനർജി ലഭിക്കണമെങ്കിൽ തെർമൽ പ്ലാന്റ് ആവശ്യമാണ്. അതിന് പറ്റിയ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടംകുളത്തിനാണ് അനുയോജ്യമായ സ്ഥലമെന്ന് കണ്ടെത്തി അവിടെ തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റൽ ചെയ്ത് ഇപ്പോൾ 3ഉം 4ഉം പ്ലാന്റ് 2027 പ്ലാന്റ് ചെയ്യുമ്പം ഇന്ത്യക്ക് നല്ലൊരു ശതമാനം ഇലക്ട്രിസിറ്റി എനർജി ലഭിക്കുന്നത് കൂടംകുളത്ത് തന്നെയായിരിക്കും.